നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും. ആമേൻ. ഈ വാക്യത്തിന്റെ അനന്തരമായി 3 വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. ചില ഡിവൈൻ ആയിട്ടുള്ള അസൈൻമെന്റുകൾ, നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള കൺഫർമേഷനുകളെ ദൈവത്തിന്റെ ആത്മാവ് അയക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചന എൻ്റെ അകത്ത് ദൈവാത്മാവ് തന്നിട്ടുണ്ട്. പക്ഷെ നിർബന്ധമായി അതിന് മുമ്പിൽ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിൽ സഭയുടെ ഈ ഉറപ്പിക്കപ്പെടുന്നതിനുണ്ട്. പൗലോസ് അങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ഉറപ്പിക്കപ്പെടേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൃപാവരം ജ്വലിക്കണം. പാസ്റ്റർമാർക്ക് കൃപാവരം നൽകാമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പാസ്റ്റർമാരെന്നോ ശുശ്രൂഷകന്മാരെന്നോ എടുത്തു പറഞ്ഞിട്ടില്ല. കൃപാവരങ്ങൾ അവർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. അല്പം കൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ, ദൈവം വിളിച്ചവരെല്ലാം ശുശ്രൂഷകന്മാരാണ്. നമ്മുടെ വിളി ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. ആമേൻ. പഴയ നിയമത്തിൽ ദൈവ അഭിഷേകം ചെയ്യുന്ന പുരോഹിതൻ, ദൈവ അഭിഷേകം ചെയ്യുന്ന പ്രവാചകൻ, ദൈവം അഭിഷേകം ചെയ്യുന്ന രാജാവ്, ഇവരായിരുന്നു ശുശ്രൂഷകൾക്കായിട്ട് മുൻപന്തിയിൽ നിന്നത്. അവർക്ക് വേണ്ടിയാണ് അഭിഷേക തൈല്യങ്ങൾ മാറിയിട്ടുള്ളത്. പുതിയ നിയമത്തിൽ ശുശ്രൂഷകന്മാരുണ്ട്. പക്ഷേ ആ ശുശ്രൂഷകന്മാരിൽ മാത്രമല്ല അഭിഷേകം വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ കൃപാവരങ്ങൾ വെളിപ്പെടുന്നത്. ദൈവം വേർതിരിച്ചിരിക്കുന്ന, ദൈവം പുറത്തു കൊണ്ടുവന്ന വ്യക്തികളുടെ മേലെല്ലാം ദൈവത്തിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കും. കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ അകത്ത് വീഴണമെന്നുള്ള വലിയ ആഗ്രഹം നിങ്ങളുടെ അകത്താണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ദൈവശനത്തിൽ ഒന്ന് ജാഗരിച്ച്, കർത്താവേ ഇതെന്റെ ഉള്ളിൽ തുറക്കണം. ഇതെന്തും മാത്രം പ്രസംഗിച്ച് നിങ്ങളുടെ ഉള്ളിൽ കയറ്റാമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ കഴിയുന്ന ആത്മാവ് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ഉള്ളിൽ വാസം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രസംഗത്തിന്റെ വാചാലതകൾ കൊണ്ടല്ല, മറിച്ച് ആഗ്രഹിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തുറക്കും. നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ആളുകൾ കൊണ്ടുള്ള നിന്റെ മേലുള്ള നിയോഗങ്ങളുടെ തുടക്കങ്ങൾ ഈ കൃപാവരങ്ങളുടെ ജ്വലനത്തിനകത്തുണ്ടാകും. നിങ്ങളുടെ വിളി തിരിച്ചറിയുന്ന, നിങ്ങളുടെ വിളിയിലെ നിയോഗങ്ങൾ തിരിച്ചറിയുന്ന, നിങ്ങളുടെ പാത തിരിച്ചറിയുന്ന, നിന്റെ സംസാര ശൈലി തിരിച്ചറിയുന്ന പൗലോസ് തിരിച്ചറിയുന്നുണ്ട്. താൻ രക്ഷയിലേക്ക് വരുമ്പോൾ പണ്ടുള്ള അധികാരപത്രത്തിന്റെ ശൈലികളിൽ നിന്ന് പുറപ്പെടുന്ന ന്യായപ്രമാണത്തിന്റെ ഹല്ലേലൂയ ആ ധാർഷ്ട്യമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ആ ദൈവത്താൽ തൻ്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾ. താൻ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് വേർതിരിച്ച നാൾ മുതൽ എന്നെ നിയോഗിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കകത്തേക്ക്. ഒന്നുകൂടി റോമാലേഖനത്തിന്റെ വരികളെ എടുത്തു പറഞ്ഞാൽ, പഴയ നിയമ പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷത്തിനായി എന്നെ വേർതിരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷകൾക്കായി ഞാൻ വേർതിരിക്കപ്പെടുന്നു. ഗലാത്യ ലേഖനത്തിന്റെ വരികൾ ഒന്നുകൂടെ കടമെടുത്താൽ കൃത്യമായി പറയും, ഹല്ലേലൂയ, മനുഷ്യരിൽ നിന്നോ മനുഷ്യരാലുമല്ല, ദൈവത്തിൽ നിന്നും ദൈവത്താലും ഞാൻ ശുശ്രൂഷകനായി തീർന്നു. അതെ, ഇന്ന് പകൽ ഒരു പകർച്ച നിങ്ങളുടെ മേൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ ശബ്ദം ഹൃദയത്തിന്റെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചകളിൽ നീ ചിലരെ ആത്മാവിൽ പിടിക്കാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു വ്യത്യാസം, ധൈര്യം ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തരികയാണ്. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണമേ. ഇന്ന് രാവിലെ എന്നെ ഒന്ന് തൊടണമേ. ഇന്ന് രാവിലെ എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ ചിന്തകളെ, ആലോചനകളെ, ആശയങ്ങളെ, ആഗ്രഹങ്ങളെ ഹല്ലേലൂയ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ട ചിന്ത ആഗ്രഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് കൈപിടിക്കണമേ. എന്തിനായിട്ടാണോ ദൈവം എന്നെ വിളിച്ചത്, ഏതിനായിട്ടാണോ ദൈവം എന്നെ നിയോഗിച്ചത്,
പറയുന്നത്. എങ്ങോട്ടാണോ എന്നെ കർത്താവ് പറഞ്ഞയക്കുന്നത്, മോശ പറയുന്നത് പോലെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഫറവോനെ എതിർക്കാൻ തയ്യാറാണ്. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നലത്തെ പേടി എൻ്റെ കൂടെ വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ജനത്തെ പുറപ്പെടുവിക്കാൻ, കമോൺ, സഭ പ്രതികരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ജനത്തെ പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ ഞാൻ നിൽക്കാൻ തയ്യാറാണ്. വിക്കുണ്ട്, കുറവുണ്ട്, ഒത്തിരിയൊക്കെ കാര്യങ്ങൾ പ്രതിബന്ധമായി നിൽപ്പുണ്ട്. ബട്ട് ഞാൻ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ മുമ്പിൽ അങ്ങുണ്ടെങ്കിൽ. വിശ്വാസത്തോടെ പറ. അതിനായ ഒരു കൺഫർമേഷൻ ദൈവാത്മാവ് നിന്റെ തലയുടെ മേൽ പതിപ്പിക്കുകയാണ്. എഫീസി ലേഖനം പറയുന്നു, ആത്മാവിന്റെ ആചാരമായി നിന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവാത്മാവ് പതിപ്പിച്ചിരിക്കുന്നു, ആചാരം നൽകിയിരിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് നൽകിയ ആത്മാവിൽ നിന്ന് നിന്റെ ഉള്ളിൽ കൃപാവരങ്ങൾ ജ്വലിക്കാൻ. നീ എൻ്റെ ശബ്ദം ഉയർത്തി പാടിക്ക്. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനവുമായി അങ്ങയുടെ അകത്തേക്ക് വരും. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. ജനത്തെ അങ്ങ് ശക്തീകരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ നിന്നെ ഞാനൊരു ദേശത്തെ കാണിക്കുമെന്നാ പറഞ്ഞ് തരും. കുടുംബമായിട്ടെങ്കിലും അത് പിടിക്കുക. ആമേൻ. എനിക്കൊരു പാർപ്പിടം ഒരുക്കുന്ന ഒരു ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ദേശത്തേക്ക് താൻ എത്തുമ്പോൾ അവിടെ ആരാധന ദൈവം കഴിപ്പിച്ചു. അവിടെ യാഗപീഠത്തെ ദൈവം പണിയിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. താൻ ഇറങ്ങി നടന്ന സ്ഥലത്തൊന്നും ദൈവം പ്രത്യക്ഷനായില്ല. തന്നോട് ദൈവം മിണ്ടിയില്ല. പക്ഷെ എപ്പോഴാണോ താൻ വാഗ്ദത്ത ദേശത്തേക്ക് കയറിയത്, അപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യു ഹാവ് ടു മൂവ് ഫോർവേഡ്. ദൈവം നിന്നോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. എന്റെ കൂടെ വരണം. ഹല്ലേലൂയ. ചില ഇടങ്ങളിൽ കിടന്ന് കറങ്ങിയാൽ നിനക്ക് ഒരിക്കലും ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. രണ്ടാം മിഷണറി യാത്രയിലേക്ക് ഇറങ്ങുമ്പോഴും പല ദേശങ്ങളിൽ വഴി കിടക്കുമ്പോൾ ഇവിടെ പ്രസംഗിക്കരുതെന്ന് പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. തുറമുഖ നഗരത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ, മുമ്പോട്ട് സ്ഥലമില്ലാതെ താൻ നിൽക്കുമ്പോൾ, എങ്ങോട്ടെന്ന ചോദ്യത്തിന്റെ നടുവിൽ ദൈവം ദർശനങ്ങളെ തുറക്കുന്നു. ആമേൻ. കൃപാവരങ്ങളാണ് എനിക്ക് പ്രസംഗിക്കേണ്ടത്. ഞാൻ ആദ്യമേ പറയുന്നു, ദൈവം ദർശനങ്ങളെ തുറക്കാൻ പോവുകയാണ്. നിനക്ക് തന്ന ദർശനത്തെ ബോധ്യപ്പെടുത്തി ദൈവം അത് തുറക്കാൻ പോവുകയാണ്. ദൈവം ദാനിയേലിന് ദർശനം നൽകുന്നത് ഒരു കാലഘട്ടത്തേക്കുള്ള ദർശനമല്ല, എറ്റേണൽ പർപ്പസിലേക്കുള്ള ദൈവത്തിന്റെ ദർശനങ്ങളെ ഹൃദയങ്ങളിൽ പിടിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് തുറന്നപ്പോഴേ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ആമേൻ. ഞാനത് സ്കിപ്പ് ചെയ്യാം. അബ്രഹാമിന് ഇവിടെ ദൈവം പറഞ്ഞത്, നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുകയാണ്. തലമുറകൾ ആരാധനകളിൽ വിച്ഛേദന കാണിച്ചത് കൊണ്ട് തലമുറകൾ പിടിക്കപ്പെടുമെന്നും, പിടിക്കപ്പെട്ട തലമുറ പുറത്തു വരുന്ന സമയത്ത് അവരോട് ദൈവം പറയുന്നത്, നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പോകുക. ആമേൻ.
ഹല്ലേലൂയ. അബ്രഹാമിനോട് ഒരു ദേശത്തെക്കുറിച്ചുള്ള ആലോചനയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിനെ അല്പം കൂടെ പുതുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ആരാധനയ്ക്കായി പോകുക. എന്തൊക്കെ കൊണ്ടുപോകണം? ആമേൻ. മൃഗത്തെ ഇവിടെ ഇട്ടു പോകാൻ, വസ്തുവകൾ ഇട്ടു പോകാൻ ഒന്നുമല്ല. ഹല്ലേലൂയ. എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിക്കണം. ഞാൻ ഇതിനകത്തൊന്ന് ഒരാലോചന കൂട്ടിച്ചേർക്കാം. ഹല്ലേലൂയ. ഒന്നും എടുക്കരുത്, ആരെയും കൂട്ടരുത് എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. പക്ഷെ തലമുറകൾ ദൈവത്തിനായി മാറിയപ്പോൾ ദൈവം ആ ജനറേഷനോട് പറയാണ്, ഒന്നും ഇടരുത്, എല്ലാം എടുത്തോണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിനക്ക് ദൈവത്തിന് വേണ്ടി ആരൊക്കെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം മാറിക്കോളും. ഫറവോൻ സമ്മതിക്കത്തില്ല, പക്ഷെ നീ മാറിക്കോണം. ഞാൻ പുറകോട്ടൊന്നുകൂടെ പോകും. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച ഇസ്മായേൽ ഉൾപ്പെടെ, അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച ഇളയാസർ ഉൾപ്പെടെ, അത് ദാസന്മാരുടെയും ദാസന്മാരായി അവരുടെ പ്രജകളുടെ സന്താനങ്ങളായിട്ടുള്ളവരെ വരെ പരിച്ഛേദന കഴിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. വിഭാഗിക്കുമ്പോൾ, ദൈവത്തിനായി മാറ്റുമ്പോൾ ദൈവം പറയുക, ഒന്നിനെയും വിടരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ചിന്ത പിടികിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി വന്നിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ അബ്രഹാം എന്ന മനുഷ്യൻ ആരാധിച്ചു തുടങ്ങിയ വീട്ടിനകത്ത് ജനിച്ചവരെ ആരെയും ദൈവം വെറുതെ വിടുന്നില്ല. അവരെ എല്ലാം വേർതിരിപ്പീൻ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ വാഗ്ദത്തത്തിനകത്ത് ജനിക്കുന്ന സന്തതി അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം പറയാണ്, നിനക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകൾ അതിനി മിസ്രയീമിന്റെ കയ്യിലാണെങ്കിലും അത് മേടിച്ചോണ്ട് നിന്റെ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ആരാധനയ്ക്ക് വേണ്ടി പൊക്കോണം. നിന്റെ മരുഭൂമികൾ പോലും ദൈവത്തിന് ആരാധനയായിരിക്കും. ആമേൻ. എങ്ങും നിൽക്കണമെന്നല്ല, മരുഭൂമിയിൽ തുടങ്ങിയ ആരാധനകൾ വെളിപ്പെടുകയാ. ഞാൻ ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, കർത്താവ് ചിലരെ തൊടാൻ പോകുകയാണ്. നീ ആരാധനയ്ക്ക് വീട്ടിൽ നേതൃത്വങ്ങൾ നൽകും, നീ ആരാധനയ്ക്ക് ദേശത്ത് നേതൃത്വം നൽകും, നീ ആരാധനയ്ക്ക് ഒരു കൂട്ടത്തെ പിടിക്കുന്ന ഒരു നേതാവായി തീരും. കരമടിച്ച ദൂതിനെ ആത്മാവിൽ സ്വീകരിച്ചോണം. കർത്താവ് നിനക്ക് വേണ്ട കൃപകളെ നിന്റെ അകത്ത് ജനിപ്പിക്കുകയാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ ചരിത്രം ഒന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും കാര്യം പറഞ്ഞു. ഒന്നുകൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ മിസ്രയീമിന്റെ പ്രവാസത്തിന് ശേഷമായി അടുത്തൊരു പ്രവാസത്തിലേക്ക് ഇവർ കടന്നു പോകുന്നത് ബാബിലോണിയ പ്രവാസത്തിനകത്ത്. ഓരോ കാലഘട്ടത്തിൽ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നു, ദൈവം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. അടിമത്വത്തിലേക്ക് പോകുന്നവരെ പ്രവാചക ശബ്ദത്തോടെ തിരികെ പിടിക്കുന്നു. അസ്ഥികൾ വചനം കേട്ടാൽ, വചനം കേട്ട അസ്ഥി സൈന്യമാകും. ഹല്ലേലൂയ. അസ്ഥികളോട് പ്രവചിക്കുക എന്നല്ല, അസ്ഥികളോട് പറയുന്നത് വചനം കേൾക്കുക, വചനം കേൾക്കുക. വചനത്തിന് നിന്നെ ബോൺ എഗൈനാക്കാൻ, ആ ബോണെ എഗൈനാക്കാൻ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതിന്റെ പിന്നിലെ അവസ്ഥയേക്കാൾ മുൻപിലെ അവസ്ഥയേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഈ ദേശത്ത്, ഹല്ലേലൂയ, നിങ്ങളോടല്ല പ്രവചിക്കുന്നത്, കാറ്റിനോട്, എസെക്കിയേലിനോട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ കാറ്റിനോട് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. നീ നിഹിതന്മാർ ജീവിച്ചെഴുന്നേൽക്കേണ്ടതിന് ഇവരുടെ മേൽ ശ്വാസം വരട്ടെ. ശ്വാസം വന്നാൽ ജനം എഴുന്നേൽക്കുമെന്നല്ല, അവർ സൈന്യമായി എഴുന്നേൽക്കും. ആമേൻ. പാട്ടുപാടാൻ സമയമില്ല, എങ്കിലും പറയുന്നു, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ആമേൻ,
ഹല്ലേലൂയ. ഈ യാക്കോബിനെ ഇസ്രയേലാക്കി മാറ്റുന്ന ഒരു രൂപാന്തരം. ആള് മാറും, നിങ്ങൾ ആള് മാറ്റുന്ന ഒരഭിഷേകം നിങ്ങളുടെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്തും. നീ ആരാണെന്നോ എന്താണെന്നോ ചോദ്യമില്ല, പക്ഷെ നിന്റെ അകത്ത് പൂവിട്ട് മുളയ്ക്കുന്നത് പോലെ ഒരഭിഷേകം ജനിച്ചു പൊങ്ങുമ്പോൾ നീ ആളുമായിരിക്കും. വിക്കനായ മോശ അധികാരമുള്ളവനായി ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്നലത്തെ ആളല്ല, ദൈവം അവന്റെ മേൽ അധികാരം പകർന്നിരിക്കുന്നു. 3 പ്രാവശ്യങ്ങളിലായിട്ടാണ് ബാബേലിൽ നിന്ന് ഇവർ മടങ്ങി വരുന്നത്. ആമേൻ. ഒന്നാമത്തെ വരവ് സെരുബാബേലിന്റെയും യോശുവയുടെയും നേതൃത്വത്തിലാണ്. രണ്ടാമത്തെ മടങ്ങി വരവ് എസ്രായുടെ നേതൃത്വത്തിലാണ്. മൂന്നാമത്തെ മടങ്ങി വരവ് നെഹമ്യാവിനോടുള്ള ബന്ധത്തിലാണ്. നെഹമ്യാവാണ് അവസാനം വരുന്നത്. 3 പേരും ഒറ്റയ്ക്കല്ല വരുന്നത്, 3 പേരും കൂട്ടമായിട്ട് വരുന്നത്. പിടിച്ചേ, പ്രവാസ കാലഘട്ടത്തിനകത്ത് ജനം കടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രവാചക ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത, നീ എത്ര അടിമത്തത്തിലാണെങ്കിലും നിന്റെ കാല് അടിമത്തത്തിൽ നിന്ന് പറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ അടിമത്ത ശക്തികളെയും ബ്രേക്ക് ചെയ്യുന്ന ദൈവവചനത്തിന്റെ വാള്, ആമേൻ, വാള് ദേശത്തിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തട്ടെ. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, പയ്യെ പ്രസംഗിച്ചാലും വലിയ ശബ്ദത്തോടെ പ്രസംഗിച്ചാലും ഹല്ലേലൂയ എന്റെ അകത്തൂടെ ദൈവാത്മാവ് ഒരു വാളി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ. അത് ചിലതിനെ വെട്ടും, ആമേൻ. അത് ചിലതിനെ കീറിമുറിക്കും. ചില സന്ധി മച്ചകളെ കീറിമുറിച്ച് അകത്ത് കിടക്കുന്ന ദൈവ മനുഷ്യനെ ആത്മാവിൽ അത് പുറത്തു കൊണ്ടുവരും. സെരുബാബേലിനെയും യോശുവയെയും ദൈവം പുറത്തു കൊണ്ടുവന്നത് ദേവാലയം പണിയിക്കാനാണ്. അബ്രഹാമിനോട് പറഞ്ഞത് ഒരു ദേശത്തെ കുറിച്ചാണ്, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ആരാധനയെ കുറിച്ചാണ്, സെരുബാബേലിനോട് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ മടങ്ങി വന്നവരുടെ ചരിത്രമാണ് പറയുന്നത്. ഹല്ലേലൂയ പറയുന്നത് ഒരു ദേവാലയം പണിയണം. ഹല്ലേലൂയ. എസ്രയോട് പറയുന്നത് തകർക്കപ്പെട്ട നിയമങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. ഹല്ലേലൂയ. എസ്ര എന്ന ന്യായാധിപതി എഴുന്നേൽക്കുന്നതിന്റെ പിന്നിൽ കാരണം അവരുടെ മുമ്പിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ സംഭവിക്കപ്പെട്ട എല്ലാ ലോകളെയും റീബിൽഡ് ചെയ്യണം. ഹല്ലേലൂയ. നെഹമ്യാവിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് ആ ഇടിഞ്ഞു കിടക്കുന്ന മതില് പണിയാൻ വേണ്ടിയാ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നെഹമ്യാവിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് ഇടിഞ്ഞു കിടക്കുന്ന മതില് പണിയാൻ വേണ്ടിയാണ്. എസ്രായേലിനെ ദൈവം കൊണ്ടുവരുന്നത് അത് ന്യായപ്രമാണം കൊടുക്കപ്പെട്ടിട്ട് അവരുടെ അകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദനം സംഭവിക്കപ്പെട്ട നിയമങ്ങളെ റീബിൽഡ് ചെയ്യുക. ദേവാലയം പണിയാൻ വേണ്ടി യോശുവയെയും സെരുബാബേലിനെയും കൊണ്ടുവരികയാണ്. യോവേൽ പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ അക്കുട്ടുറപ്പിക്കുന്നത് പോലെ ദൈവം അത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടുന്ന കാറ്റിന്റെ ശക്തി മുണ്ടക്കയവും തിരിച്ചറിയട്ടെ. ആ കാറ്റിന്റെ തുണ ഈ ദേശത്തിൽ ഈ സഭകൾക്ക് കാറ്റ് വെളിപ്പെട്ടിടത്തെല്ലാം ചെങ്കടൽ ഉൾപ്പെടെ തോറ്റുപോയിട്ടേ ഉള്ളൂ. വഴി തുറക്കത്തില്ലെന്ന് വന്ന ദൈവത്തിന്റെ പഴയ നിയമ സഭയുടെ മുമ്പിൽ വഴികൾ തുറന്നിട്ടേ ഉള്ളൂ. സോ ഐ ആം ബിലീവിങ് ഇന്ന് ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ചരിത്രത്തിനകത്തേക്ക് ഒന്നുകൂടെ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. അത് ഹഗായി പ്രവാചകന്റെ പുസ്തകമാണ്. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഈ ചരിത്രങ്ങളുടെ നിഴലുകൾ എടുത്തു വെച്ചിട്ട്, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ദൈവവചനത്തിന്റെ കൂടെ ഉണ്ടോ? ഹഗായി പ്രവചനത്തിന്റെ ചരിത്രത്തിനകത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ആ പ്രവാചകൻ ആ ജനത്തോടും പ്രത്യേകിച്ച് യോശുവയോടും സെരുബാബേലിനോടും കൂടെ മാറി ഹല്ലേലൂയ ദേവാലയം പണിയുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികളെ മുൻനിർത്തിക്കൊണ്ടൊരു ദൂത് പറയുകയാണ്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഇടയിൽ ആത്മാവുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വാക്യം ഞാൻ പറയാം, ഒന്ന് വേണം. അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് എടുത്തേക്ക് വായിച്ചോണം. ആമേൻ. ഹഗായി പ്രവാചകൻ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ.
എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. ആ ഭാഗങ്ങൾ മുഴുവൻ വായിക്കേണ്ടതാണ്. എന്നാൽ ഒരു ആശയം നമുക്ക് തുറന്നു വരും. ധൈര്യപ്പെടുത്തുക. ആരെ ധൈര്യപ്പെടുത്തുക? യോശുവയും സെരുബാബേലും ഹല്ലേലൂയ നിന്നിട്ടുണ്ട്. അവരെ ഒന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പോവാ. സെരുബാബേലേ, നിങ്ങൾ ഭയപ്പെടണ്ട. ആമേൻ. ഇന്ന് പകല് ആശങ്കകളുടെ മുമ്പിൽ നിൽക്കുന്നവരോട് ഞാൻ ഇന്ന് പകലും ആ ദൂത് പറയട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ വാക്യം എടുത്തു വെച്ചതാണ്, ഭയപ്പെടേണ്ടെന്ന വാക്യം. ഇന്നും ഞാൻ പറയുന്നു, ഭയപ്പെടണ്ട. ആമേൻ. ഹല്ലേലൂയ. ഒന്നിനെയും കണ്ട് ഭയപ്പെടണ്ട. കൂടെ ആളുണ്ടോ ഇല്ലയോ എന്നോ ചുരുക്കമാണെന്നോ ഓർത്ത് ഭയപ്പെടണ്ട. ഹല്ലേലൂയ. എന്റെ അകത്തൊരു ആലോചന ദൈവം പറഞ്ഞു. 2 രാജ്യങ്ങൾ തോറ്റെടുത്ത് വീട്ടിലെ ജോലിക്കാരുമായി ജയിച്ച ഒരുവന്റെ മക്കളാണ് നമ്മൾ. വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. എണ്ണത്തിൽ കുറവാണെങ്കിലും അഭിഷേകം ഉണ്ടെങ്കിൽ ചിലതിനെ പിടിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് സ്കിപ്പ് ആവുകയാണ്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ നിങ്ങളോട് ഞാൻ ചെയ്ത നിയമം എന്തായിരുന്നെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ആമേൻ. അന്ന് ഈ പുസ്തകങ്ങൾ ഒന്നും കാണാത്ത ഒരു ഭാഗം, എന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ, ഹല്ലേലൂയ, എന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നറിയണം. ദേവാലയത്തിന്റെ പണികൾക്ക് വേണ്ടിയാണ് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. മുന്നോട്ട് താഴോട്ട് പഠിച്ചു വരുമ്പം ഹല്ലേലൂയ, കർത്താവ് പറയുന്ന ഒരു പ്രവചന ശബ്ദം ഹഗായി പ്രവാചകൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെ ഇളക്കും, സകല ജാതികളുടെ മനോഹര വസ്തു വരും. ഒന്ന് പറ, എന്നോടൊപ്പം പറ. സകല ജാതികളുടെയും മനോഹര വസ്തു വരും. മനോഹര വസ്തു വരും. ആത്മാവിൽ ഒന്ന് പിടിക്കാൻ വരുന്നവർ പിടിച്ചു. സകല ജാതികളുടെ ഉള്ളിലും ഇട്ടിരിക്കുന്ന മനോഹര വസ്തു വരും. ഈ പ്രവചനം പണ്ടേ അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. തന്റെ പ്രായത്തിന്റെ ചുളിവ് ശരീരത്തിനകത്ത് കേറിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, ഹല്ലേലൂയ, ഞാൻ നിനക്കൊരു മകനെ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആത്മീയ സന്താനങ്ങൾ ജനിക്കട്ടെ, ഞാൻ നിനക്ക് ഒരു മകനെ തരാൻ പോവുകയാണ്. അബ്രഹാം പറയുന്നു, ഹല്ലേലൂയ, ഇനി എനിക്കൊരു മകനെ വേണമെന്നില്ല. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ജനിച്ച എലയാസർ എന്ന ദാസൻ എന്റെ മുമ്പിൽ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. അബ്രഹാം ചിരിക്കുന്നുണ്ട്, സാറായും ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയാണ്, ഇല്ല, നിന്നിൽ നിന്ന് തന്നെ ഞാൻ ഒരുവനെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. ഇതൊരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തം വിശ്വസിക്കാൻ അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, ഇതിനെ വിശ്വസിക്കണമെങ്കിൽ ഞാനൊരു കാര്യം നിന്നെ കാണിച്ചു തരാം. പുറത്തിറങ്ങിയിട്ട് ഹല്ലേലൂയ ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, നോക്ക്, അതുപോലെ നിന്റെ സന്തതിയാകും. എത്ര പേര് പിടിക്കാൻ പറ്റും? ഹല്ലേലൂയ. അതുപോലെ നിന്റെ സന്തതിയാകും. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കേ, ഇത് എങ്ങനെ എനിക്കറിയാൻ കഴിയും? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കണം? ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരാധന, അപ്പോൾ കഴിക്കുന്ന ആരാധനയാണ് ഹല്ലേലൂയ നമ്മൾ വായിച്ച് കുറച്ചു മുമ്പേ പറഞ്ഞത്. ഹല്ലേലൂയ. 3 വയസ്സുള്ള ഹല്ലേലൂയ ആട്ടുകൊറ്റൻ, 3 വയസ്സുള്ള കാളക്കുട്ടി. ഹല്ലേലൂയ. അതിനകത്ത് കണക്കുകൾ ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ. കൊണ്ടുവന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആ ആരാധനയുടെ പ്രത്യേകത, ദൈവം അബ്രഹാമുമായി ഒരു നിയമം പ്രതിഷ്ഠിക്കുകയാണ്. ആ നിയമം എന്നാണെന്നറിയാമോ? ഈ ബ്ലെസ്സിങ്, ഈ വാഗ്ദത്തം ഇവന്റെ മേൽ നിറവേറുമെന്ന് ഭൂമിയിലെ മറ്റൊരാളെയും തൊട്ട് ദൈവത്തിന് സാക്ഷ്യം പറയാനില്ല. ദൈവത്തിന്റെ സാക്ഷ്യം പറയാൻ ഒരാളേ ഉള്ളൂ, അത് ദൈവം തന്നെയാണ്. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിഴലെന്ന് ചിന്തിക്കുന്ന ആ ആരാധന മുൻനിർത്തിക്കൊണ്ട് അബ്രഹാം ഇതിനെ പുലർത്തി നിൽക്കുമ്പോൾ ആ നിയമം അവിടെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. നിന്റെ ശരീരം ബലഹീനമായിരിക്കുന്നു, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ ഭാര്യയായ സാറായിക്ക് കഴിയാതെ, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വയസ്സനായി നീയെങ്കിലും വിശ്വസിക്കുക, പറഞ്ഞവൻ ഞാനാണ്, ആ വാക്ക് മാറുകയില്ല. എന്നോടൊപ്പം പറ, സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഞാൻ ഒന്നുകൂടി ഇറങ്ങുക. 2 പേരാണ് ദേവാലയം പണിയാൻ ഇറങ്ങുന്നത്. ഒന്ന് സെരുബാബേലാണ്, 2 യോശുവയാണ്. ഈ ആലോചനയുടെ തുടക്കം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട്. പഴയ ലൈവ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരാൾ ഒരു ദേശാധിപതി, രാജാവിന്റെ മകനാണ് സെരുബാബേൽ. ഹല്ലേലൂയ. ഒരാൾ ഒരു പുരോഹിതന്റെ മകനാണ് യോശുവ.
നമ്മൾ ഇവിടെ പഴയ നിയമത്തിൽ കാണുന്ന യോശുവ അല്ല, ഇത് വേറെ ആളാണ്. രണ്ടുപേരുടെ പേരെന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. സെരുബാബേൽ എന്ന പേരിന്റെ അർത്ഥം ബാബേൽ പണിയാൻ ബാബേലിൽ ജനിക്കപ്പെട്ടവൻ. അവന്റെ അപ്പന്റെ പേരിന്റെ അർത്ഥം ദൈവത്തോട് ചോദിച്ചു. ആമേൻ. ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പറയാം. ഓരോന്നെടുത്ത് പ്രസംഗിക്കുന്നതാണ്, എങ്കിലും ഞാൻ അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കും. യോശുവ എന്ന പേരിന്റെ അർത്ഥവും യേശു എന്ന പേരിന്റെ അർത്ഥം ഒന്നാണ്. യേശു രക്ഷകനാകുന്നു. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരിന്റെ അർത്ഥം യഹോവ നീതിയുള്ളവൻ. യഹോവ നീതിയുള്ളവനായി രക്ഷിക്കുന്നവനാകുമ്പോൾ ദൈവം ബാബേലിൽ പണിയാൻ നിയോഗിക്കപ്പെട്ടവനെ ദേവാലയം പണിയാൻ ഇറക്കിക്കൊണ്ടുവരികയാണ്. ഇതൊരു ദൂതായിട്ട് സ്വീകരിക്കണം. എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. ബാബേല് പണിയാൻ ബാബേലിനകത്ത് ജനിക്കപ്പെട്ട സെരുബാബേലിനെ കൊണ്ട് ദൈവം ഹല്ലേലൂയ ദേവാലയം പണിയാൻ നിയോഗിച്ചു. ആമേൻ. ദേവാലയം പണിയാൻ നിയോഗിച്ചു. ഈ ദൂത് നിങ്ങൾ നന്നായിട്ട് കേട്ടാൽ ഇതിനകത്ത് പൊരുളുകൾ ഒത്തിരി തെളിഞ്ഞു വരാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയും പ്രവചിക്കുകയും ചെയ്യാണ്, സെരുബാബേലിനെ കൊണ്ട് ഹല്ലേലൂയ ദൈവം ദേവാലയത്തെ പണിയും. ഞാൻ ഒന്നുകൂടി അതിനകത്തേക്കൊന്ന് ഇറങ്ങിയുടങ്ങൾ വ്യക്തമാകും. ഈ യോശുവയെ കൊണ്ട് ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നത് തകർന്ന് കിടക്കുന്ന ഹല്ലേലൂയ അവരുടെ അകത്തുള്ള ദൈവവാസമാണ്. ഹല്ലേലൂയ. സെരുബാബേലിനെ കൊണ്ട് ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നത് ബിൽഡിംഗ് ആണ്, ദേവാലയമാണ്. ഹല്ലേലൂയ. രണ്ടുപേർക്കും രണ്ട് നിയോഗമാ. വിളി ഒന്നാണെങ്കിലും രണ്ട് നിയോഗമാ തലയ്ക്ക് മീതെ വീഴുന്നത്. സെരുബാബേലിന്റെ പ്രത്യേകത, അവൻ ബിൽഡിങ്ങുകൾ പണിയും. ഹല്ലേലൂയ. ദൈവാലയം പണിയും. നമുക്കറിയാം, പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ദേവാലയം എന്ന കൺസെപ്റ്റിനകത്ത്, ദേവാലയം എന്ന ചിന്തയ്ക്കകത്ത് രണ്ടാശയങ്ങളുണ്ട്. ഒന്ന് ഹല്ലേലൂയ കെട്ടിടമായി പൊങ്ങി വരുന്ന ദേവാലയം. രണ്ട് ശരീരമായ ദൈവത്തിന്റെ ശരീരമായ സഭ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചിന്തയും നിർത്തിക്കൊണ്ടാണ് രണ്ടുപേർക്കുള്ള ദൂത് പറയുന്നത്. യോശുവയുടെ പ്രത്യേകത, അവൻ സഭയെ പണിയുന്നവനാണ്. ഹല്ലേലൂയ. തകർന്നു പോയ ഗോത്രങ്ങളെ, പഴയ നിയമ ഗോത്രങ്ങളെ ദൈവത്തിനായി പണിയുന്നവനായി യോശുവ മാറുമ്പോൾ ഹല്ലേലൂയ ബിൽഡിംഗ്, ദേവാലയം എന്ന ബിൽഡിംഗ് പണിയാൻ ദൈവം സെരുബാബേലിനെ പുറത്തു കൊണ്ടുവരികയാണ്. ഞാൻ സഭയെ നോക്കി പ്രവചിക്കുന്നു. ഹല്ലേലൂയ. യോശുവയുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ സെരുബാബേലിന്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം പുറത്തു നാളെ കൊണ്ടുവരും. സെരുബാബേലിന്റെ പ്രത്യേകത താഴോട്ട് പഠിക്കുമ്പോൾ ഹഗ്ഗായി അത് പറയുന്നുണ്ട്. വെള്ളിയും പൊന്നും എനിക്കുള്ളത് അത് ഞാൻ കൊണ്ടുവരും. ആമേൻ എന്ന് പറ. വെള്ളിയും പൊന്നും എനിക്കുള്ളൂ. താഴോട്ട് പഠിക്കുമ്പോൾ കാണുന്നു, ഈ ആലയത്തിന്റെ മഹത്വം പിന്നത്തേതിലും, നിങ്ങൾ മിണ്ടാതിരിക്കുക, പിന്നത്തേതിലും മഹത്വമായിരിക്കും. ഹല്ലേലൂയ. അന്ന് തുടങ്ങി ഹല്ലേലൂയ ശുശ്രൂഷകളുടെ പകർച്ചകൾ കിടപ്പുണ്ട്. പഴയ നിയമത്തിലും നമ്മുടെ കണ്ണെടുത്ത് നോക്കിയാൽ ആത്മാവ് ഇറങ്ങി വന്നും പോയി നിന്ന കാലഘട്ടത്തിൽ ആത്മാവിന്റെ പ്രകാശനങ്ങളാണ്. എന്തിനു വേണ്ടി? സഭ പണിയേണ്ടതിന്. ഹല്ലേലൂയ. ഇപ്പോൾ ആരാണ് സഭ? ഇപ്പോൾ ഏതാണ് സഭ? നമ്മളാണ് സഭ. നിങ്ങളെ പണിയാങ്കിൽ ബാക്കി പുറത്തുനിന്ന് തന്നെ വരും. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. ഒരേ ആത്മാവിനാൽ സഭകളുടെ മേൽ പകരപ്പെടുന്ന ശുശ്രൂഷകളും ആത്മീയ വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നെ പരിശുദ്ധാത്മാവ് വീണ്ടും പുറകോട്ട് കൊണ്ടുപോകുന്നു. ഈ സെരുബാബേലിനെ കുറിച്ച് ഒരു വാക്ക് ദൂതായിട്ട് പറയുന്നത് ഭയങ്കര, ഈ ശുശ്രൂഷിക്കുന്നവരുടെ അകത്തറിയാം. ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ വരാൻ പറഞ്ഞു. സെരുബാബേലിനെ കുറിച്ചുള്ള സീറ്റന്റെ പ്ലാൻ എന്തായിരുന്നു? അവനെ കൊണ്ട് പ്രവാസത്തിൽ കിടക്കുക. അവനെ കൊണ്ട് ബാലിന്റെ ദേവാലയങ്ങൾ, ബാലിനെ ആരാധിക്കുന്ന ദേവാലയങ്ങൾ, ബാലിന്റെ ഗോപുരങ്ങൾ നിർമ്മിക്കുക. ആ കാലഘട്ടത്തിലാണ് സെരുബാബേലിന്റെ, ഷെയ്ത്തിയേൽ എന്നാണ് അപ്പന്റെ പേര്. ഷെയ്ത്തിയേലിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ
യഹോവ ചോദിക്കുകയാണ് സെരുബ്ബാബേലിനോട്, ഐ നീഡ് സെരുബ്ബാബേൽ. ബാബേലിന്റെ ഗോപുരമല്ല അവൻ പണിയേണ്ടത്, അവൻ ദൈവത്തിന്റെ ദേവാലയം പണിയണം. ഇത് വീണ്ടും കർത്താവിനോട് വീണ്ടും പറയുന്നു. ഹല്ലേലൂയ. അടിമത്വത്തിനകത്ത് കൊണ്ടുപോയി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ദേവാലയം പണിയാൻ നിൽക്കുന്നവനെ ദൈവം ദേവാലയം പണിയിക്കാൻ തിരിച്ചു കൊണ്ടുവരും. ദൈവം എഴുന്നേൽപ്പിക്കുന്ന പ്രവാചക ശബ്ദത്തിനകത്ത് അവർ എഴുന്നേൽക്കും. പേരങ്ങ് മാറ്റി. ഒരാളുടെ പേരാണ് മാറ്റിയേ, 4 പേരുടെ പേര് മാറ്റിക്കളഞ്ഞു. അവരെ കൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നു, അവർക്ക് രാജഭോജനം കൊടുക്കുന്നു, അവർക്ക് കായികമായുള്ള പരിശീലനങ്ങൾ, അവരുടെ ജ്ഞാനം വർദ്ധിക്കാനുള്ളതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ മനുഷ്യന്റെ പ്രത്യേകത, പുസ്തകം വായിച്ചപ്പോ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി, ബാബേൽ പ്രവാസം പൊട്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ ജനത്തിന്റെ പുറപ്പാടിന് വേണ്ടി ദൈവം 70 ആഴ്ചവട്ടം, നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഏതെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ആ വിഷയം കൂടെ എടുത്തുകൊണ്ട് വരാം. 62 എന്ന് പറയുന്ന ഒരു കണക്കും 7ന്റെ ഒരു കണക്കും പിന്നീട് ഒരു കണക്കൂടെ ദൈവം അവതരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ കണക്ക് അവതരിപ്പിക്കുമ്പോൾ കൃത്യമാണ്. ഈ യോവേൽ പ്രവാചകന്റെ പ്രവചനം, ഹഗ്ഗായിയുടെ പ്രവചനം, ഇതിനകത്തുനിന്ന് ഒരാൾ തുറന്നു വരുമ്പോൾ യുഗങ്ങൾക്കകത്തേക്ക് ഈ ദാനിയേൽ കണ്ട സ്വപ്നം നിവർത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്നവർക്ക് മനസ്സിലാകുന്നില്ലെന്നൊന്നും, നിവർത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതിനെ പണിയാൻ ഹല്ലേലൂയ ഈ സെരുബ്ബാബേൽ എഴുന്നേറ്റ് വരുമ്പം, സെരുബ്ബാബേലേ, നിന്റെ അപ്പൻ ജനിക്കുന്നതിന് മുമ്പേ ഈ പ്ലാൻ ദൈവം വരച്ചിട്ടുണ്ട്. നീ പറഞ്ഞാൽ ഹല്ലേലൂയ. ഇപ്പോൾ മേദിയ പാർസിയുടെ കാലഘട്ടത്തിലാണ് ഈ സമയം. ആര് പുറത്തു വരുമ്പം? യോശുവയും സെരുബ്ബാബേലും പുറത്തു വരും. അതിനു പിമ്പുള്ള സാമ്രാജ്യ ചരിത്രങ്ങളുടെ കണക്കുകൾ ദാനിയേലിന് ദൈവം കൊടുത്തു. അവസാനം വരുന്ന റോമിന്റെ കണക്ക് കൊടുത്തു, മേദിയ പാർസിയുടെ കൊടുത്തു, ഗ്രീസിന്റെ കൊടുത്തു, ബാബേലിന്റെ കൊടുത്തു. നിങ്ങൾക്ക് ചരിത്രം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർ മനസ്സിലാകും. ആ ചരിത്രം നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്, ആ ചരിത്ര പ്രഭുക്കന്മാർ പുറത്തു വന്ന് അവരവരുടെ നിയോഗത്തോടെ ഓരോ ദേശത്തെയും രാജ്യങ്ങളെയും കീഴടക്കി ചക്രവർത്തിമാരിരുന്ന് ജീവിച്ച് മരിച്ച ചരിത്രമാണ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചത്. പക്ഷെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇവര് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഈ ചരിത്രമാണ്. ബൈബിൾ എന്തുമാത്രം സത്യമാണെന്ന് അവിടുന്ന് തെളിയുകയാണ്. കല്ലും കളിമണ്ണുമായി നിൽക്കുന്ന ഇടകലർന്നുള്ള ഭരണത്തിനിടയിൽ പറന്നു വരുന്നൊരു കല്ല് യേശുക്രിസ്തുവിന് നിഴലാണ്. അത് സാമ്രാജ്യ വ്യവസ്ഥിതികളെയെല്ലാം റോമൻ സാമ്രാജ്യത്തിൽ വന്ന് തട്ടി തകർത്ത് ഇപ്പോൾ ദൈവരാജ്യവും ഒരു സ്ഥലത്ത് ജനാധിപത്യ രാഷ്ട്രവുമായി നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തു യഥാർത്ഥ രാജാവായി ദൈവരാജ്യത്തിൽ സ്ഥാനമേറ്റിരിക്കുന്നു എന്നുള്ള വലിയ ദൈവശക്തമാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ദാനിയേൽ കണ്ട ആ സ്വപ്നം, ദർശനം, ആ ദർശനം അതിൻ്റെ കൃത്യ സമയങ്ങളിൽ ദൈവം ഫുൾഫിൽ ചെയ്യുന്നതാണ് നമ്മൾ കാണുവാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഇതായിരുന്നു. ഒരു പ്രവാസത്തിനകത്തേക്ക് പോകുമ്പോൾ അവരുടെ എല്ലാം മാറ്റി, എരി മാറ്റി, ഭക്ഷണം മാറ്റി, എല്ലാം മാറ്റി. പക്ഷെ ദൈവത്തിന്റെ നിയോഗങ്ങൾ മാത്രം മാറിയിട്ടില്ല. ഹല്ലേലൂയ. റൈറ്റ് ടൈമിൽ അവരെ ദൈവം ഉണർത്തി. ഹല്ലേലൂയ. ഒന്ന് പറ, ഉണർത്തി എന്നൊന്ന വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. ഉണർത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്രോസിന്റെ ലേഖനത്തിനകത്ത് മരിച്ചവരുടെ ഇടയിൽ ചെന്നിട്ട് ഹല്ലേലൂയ പ്രവാചകനാകുന്ന അഭിഷിക്തൻ പറയുന്ന വാക്കാണ്, നീ കൂട്ടത്തിൽ കിടക്കേണ്ടവനൊന്നുമല്ല, എഴുന്നേറ്റ് പോടാ, അവരെല്ലാം യഥാർത്ഥമായി മരിച്ചു കിടക്കുന്നവരാ, നീ ഉറങ്ങിക്കിടക്കുകയാണ്, നീ കിടന്ന് അഭിനയിക്കാതെ നീ എഴുന്നേക്ക്, നീ ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് അനങ്ങിയാൽ മതി, നിനക്ക് മനസ്സിലാകും അപ്പുറം ഇപ്പുറം കിടക്കുന്നത് മരിച്ചു കിടക്കുകയാണ്, നീ എഴുന്നേറ്റിരിക്കുക.
ഹല്ലേലൂയ. ഇന്ന് പകരം വിശ്വാസത്തോടെ ഞാൻ കൈമാറുന്നു, വലിയത് ദൈവം ചെയ്യട്ടെ, വലിയത് ചെയ്യട്ടെ. ദേശത്ത് മരിച്ചെന്ന് ദേശം പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നതിനെയല്ല, ആത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ തോമസിനോട് മുഖത്ത് നോക്കി പറഞ്ഞത്, അവൻ ഉറങ്ങുക, ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്നാ. ഹല്ലേലൂയ. എന്നിട്ട് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ആശയത്തിലും നിങ്ങളുടെ ടൈമിനകത്തും അവൻ ഉറങ്ങിക്കിടക്കുക, പക്ഷേ എൻ്റെ സമയത്ത് മരിച്ചു കിടക്കുകയല്ല, അവനെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് കഴിയും. ബിക്കോസ് ഐ ആം ദ റിസറക്ഷൻ. ഞാൻ ഇന്ന് പ്രവചിക്കുന്നു, ചിലരെ നോക്കി, ഹല്ലേലൂയ, ദേശത്ത് മരിച്ചു കിടക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ അവന്റെ ശക്തമുള്ള ഭാഷ കൊണ്ട് എഴുന്നേറ്റ് വരിക. സംഭവിക്കട്ടെ യേശു കർത്താവിനെന്നാ. അത് നടപ്പിലാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. ഞാൻ ആശയം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു തുടക്കം ഈ ആത്മാവിന്റെ പ്രകാശനം എന്ന വിഷയത്തിനകത്തും തുടങ്ങാം. സോ എന്നെ സമയം ഭീതിപ്പെടുത്തുകയാണ്, എന്നാ ചെയ്യണം? കർത്താവ് സഹായിക്കട്ടെ. എങ്കിലും ഒരു കണക്ക് അവതരിപ്പിച്ച് നിൽക്കാം, കണക്കവതരണം നടത്തട്ടെ. ബൈബിളിലെ 2 അതിപ്രധാനമായ പുസ്തകങ്ങളാണ് കൃപാവരങ്ങളെ വർണ്ണിക്കുന്നത്. അത് റോമാലേഖനവും കൊരിന്ത്യർ ലേഖനമാണ്. 2 ലേഖനങ്ങളുടെയും 12-ാം അധ്യായത്തിനകത്ത് കൃപാവരങ്ങളെ പറ്റി പറയുന്നു. 12-ാം അധ്യായത്തിന് എന്താ അസ്വാഭാവികമായി സംഭവിച്ച കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന്. കാരണം 12-ന് ഒരു പൂർണ്ണതയുടെ സംഖ്യ പറയാനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരെ ദൈവം അവതരിപ്പിച്ചപ്പോൾ 12 പേരുണ്ടായിരുന്നു. 12 പേര് ഒരു അപ്പന്റെ മക്കളാണ്. 2 പേരെ മകന്റെ മകനിൽ നിന്ന് എടുക്കുവാനിടയായി തീർന്നു. തികയണം, 12 പേര് തികയണം. 12 പേര് തികഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, തൻ്റെ മക്കളായി ജഡത്തിൽ അബ്രഹാമിലൂടെ വിളിച്ച തലമുറയുടെ സന്താനങ്ങളെ കൊണ്ടുവരികയാണ്. അബ്രഹാം, എന്നോടൊപ്പം പറ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബ് എന്നതിനെ ദൈവം എന്നെ ചെയ്യുന്നു, ഇസ്രായേലാക്കുന്നു. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. ഇവരുടെ നിയോഗങ്ങളൊന്ന് പഠിച്ചാൽ അറിയാം. എന്നാന്നറിയാവോ? ഇവരെത്ര ആണിമത്തത്തിൽ പോയിട്ടുണ്ടെന്നറിയാവോ? പക്ഷെ ഇവര് കുലമായിട്ടേ നിൽക്കുള്ളൂ. കാരണം ഓരോ കുലത്തിന്റെ പിറകിലും ദൈവത്തിന് ഓരോന്ന് ചെയ്യാനുണ്ട്. ദൈവം നിന്നെ വിളിച്ച വിളിക്കകത്ത് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി നിങ്ങളുടെ മേൽ ചലിക്കും. ഹല്ലേലൂയ. യഹൂദ എന്ന ഒരാളെ എടുത്ത് പറയാം, പുള്ളിയുടെ നിയോഗം ആരാധിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവന്റെ നിയോഗം എന്താ? ആരാധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നിയോഗവും ആരാധിക്കുക എന്നുള്ളതാണ്. ഇതിനെ എല്ലാം കൂടെ ദൈവം ഫുൾഫിൽ ചെയ്ത് കൊണ്ടെത്തിക്കുമ്പോൾ ആ ശുശ്രൂഷ ഒന്നാകുന്നു, അത് ആരാധനയാണ്. ഇനി ഇവിടെ നിന്ന് പോയാലും സ്വർഗത്തിൽ എന്തേ ഉള്ളൂ? ആരാധനയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യഹൂദയെ മാത്രം മുന്നോട്ട് വെക്കുകയാണ്. ആ കാലഘട്ടത്തിൽക്കകത്തൂടെ അടുത്ത ശുശ്രൂഷകൾ പുറത്തു വരുമ്പോൾ ഹല്ലേലൂയ, ഒരുവൻ മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആളുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഈ ആത്മാവിന്റെ പ്രകാശനം എന്ന് പഠിക്കുമ്പോൾ അതിനെ റൂൾ ലാംഗ്വേജിൽ അപ്പോക്കാലിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോക്കാലിക്സ് എന്ന വാക്കിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരും. ഞാൻ സഭയെ നോക്കി പ്രവചിക്കുന്നു, ഇന്നലകളിൽ മറഞ്ഞിരുന്നത് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞിട്ട പ്രവചനങ്ങളിലെ അക്കമുള്ള വാക്കുകളെ ഒന്നുകൂടെ തൊടുന്നു. നിനക്കൊരു ദേശം മറഞ്ഞിരിപ്പുണ്ട്. പിടി. നിനക്കൊരു ദേശം മറഞ്ഞിരിപ്പുണ്ട്. നിനക്ക് നിയോഗിക്കപ്പെട്ട ഒരാലയം മറഞ്ഞിരിപ്പുണ്ട്. നിനക്കുള്ള ജനം മറഞ്ഞിരിപ്പുണ്ട്. നിനക്കുള്ള ആളുകൾ മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. എന്നോട് കർത്താവ് വീണ്ടും സംസാരിക്കുന്നു. ഇത് കയറി പിടിച്ചെന്ന് പോക്കോണം. ഹല്ലേലൂയ. ഈ ദൈവം ഈ അബ്രഹാമിന് യാഗം കഴിക്കാൻ വേണ്ടി ആ അബ്രഹാമിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ജനം അടിമത്തത്തിൽ പോകും, പക്ഷെ അവര് ബഹുസമ്പന്നതയോടെ മടങ്ങി വരും. ചേർന്ന് പറയാതെ ബഹുസമ്പന്നതയോടെ മടങ്ങി വരും. അവർക്ക് നീ കയറി ചെന്ന ആ കനാൻ ദേശം ഞാൻ അവകാശമായി കൊടുക്കും. അവിടെ ഒന്നും തൊടാതൊരു വാക്ക് കിടപ്പുണ്ട്. അമോന്യരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. അത് തികയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്.
അമ്മോന്യർ ആരാന്ന് പഠിക്കണം. ഹല്ലേലൂയ. അമ്മോന്യർ കനാൻ ദേശങ്ങളിൽ വാഴുന്ന ഒരു ജനമാണ്. പറഞ്ഞ അവരെ അങ്ങനെ പറയാം. ഹല്ലേലൂയ. അവരുടെ അകൃത്യം തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നോഹയുടെ കാലഘട്ടം മുതൽ ദൈവം പുറത്തിറക്കിയ ജനം, ഹല്ലേലൂയ, അവരെ വെയിറ്റ് ചെയ്യുകയാണ്, അവരെ നോക്കുകയാണ്. സദാകാലവും എൻ്റെ ആത്മാവ് അവരുടെ മുമ്പിൽ വാദിച്ചു നിൽക്കുകയില്ല. ദൈവവുമായിട്ടല്ല ബന്ധം, പക്ഷെ അവരുടെ ഉള്ളിലകത്ത് ദൈവത്തിന്റെ ഒരു ലോ കിടപ്പുണ്ട്, ധാർമ്മിക ലോ കിടപ്പുണ്ട്. ആ ലോ ബ്രേക്ക് ചെയ്ത ജനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദുഷ്ടത കണ്ടു നിൽക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അങ്ങനെ ഒന്ന് മുഴുത്തപ്പോഴാണ് ദൈവം മുഴുജനത്തെയും വെള്ളം അയച്ചു കൊന്നുകളഞ്ഞത്. അവരുടെ പാപം, ധാർമ്മികത വഷളാകെ പോകുന്ന ഒരു സമയമുണ്ട്. അബ്രഹാമിന്റെ ചരിത്രത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായം 10-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മിസ്രൈമിനെ കാണാൻ പറ്റും, കനാനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ത്തിനകത്തേക്ക്, അവർ പാർത്തിരുന്ന ദേശത്തിനകത്തേക്ക് ദൈവം അബ്രഹാമിന്റെ തലമുറയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇവരെ മിസ്രൈമിൽ നിന്ന് പിടിച്ച് അമ്മോന്യരുടെ ദേശത്തിനകത്തേക്ക് കൊണ്ടുപോകും. ആമേൻ. അവർ ധാർമ്മികമായി തെറ്റിക്കൊണ്ടിരിക്കുക, പക്ഷെ ഞാൻ അവരെ നോക്കി പുറത്ത് അവർ തിരിയുവോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തിരിഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ ആ വാക്ക് കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ അകൃത്യം തികയുമ്പോൾ ഞാൻ അവരെ തുടച്ചു മാറ്റും, എൻ്റെ ജനത്തെ ഞാൻ അങ്ങോട്ട് എൻട്ര ചെയ്യിപ്പിക്കും. ഇത് നിങ്ങൾ ഈ പിടിക്കേണ്ടത് ആത്മീയമായി പിടിക്കണം. ഹല്ലേലൂയ. ഈ ദേശത്ത് ദൈവത്തിൻ്റെ സഭ വളരേണ്ട സ്ഥലത്ത്, ഹല്ലേലൂയ, അന്ന് കനാന്യർ വാണുകൊണ്ടിരിക്കുമ്പോൾ, അമ്മോന്യർ വാണുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയാണ്, ഹല്ലേലൂയ, എൻ്റെ ജനം മിസ്രൈമിൽ അടിമത്തം നിൽക്കുക, ഞാൻ അവരെ പുറപ്പെടുവിക്കുന്ന സമയം ഇവിടെ അമ്മോന്യരുടെ അതിക്രമം മുഴുവൻ ഞാൻ അവരെ തുടച്ചു മാറ്റും, എൻ്റെ ജനത്തെ ഞാൻ അവിടെ കൊണ്ട് അവരെ നിവർത്തിക്കും. കർത്താവേ, ഞാൻ ഇത് തൂത് നിങ്ങളോടല്ല, ദേശത്തോടാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ദേശം അമ്മോന്യരുടെ അകൃത്യങ്ങൾ കൊണ്ട് നിറയുമ്പോൾ സഭയെ ദൈവം റീബിൽഡ് ചെയ്ത് അവിടെ ദൈവം ഉറപ്പിക്കും. അതിനായി ദൈവം തൻ്റെ മോശമാരെ എഴുന്നേൽപ്പിക്കും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ പറ്റുന്നവരോട്, ഹല്ലേലൂയ, ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കുക. ഈ പകൽ എനിക്കൊരു പ്രവചന ശബ്ദം നൽകുന്നുണ്ട്. അമ്മോന്യരുടെ അകൃത്യം മുഴുകി വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എൻ്റെ ജനം മരുഭൂമിയിലൂടെ നടന്ന് അവർ സ്വന്തം ദേശത്ത് കയറും. നോക്കരുത്. ഇന്ന് പകൽ ആലയം പണിയാൻ പുറപ്പെട്ടവനെ ബാബേല് പണിയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ബാബേല് പണിയുന്ന സെരുബാബേലിന്റെ പിതാവാകുന്ന, ഹല്ലേലൂയ, അവനോട് ചോദിക്കുക, എനിക്ക് സെരുബാബേലിനെ വേണം, എനിക്ക് എൻ്റെ ദേവാലയത്തെ പണിയാൻ സെരുബാബേലിനെ വേണം. എന്നോടൊപ്പം പറഞ്ഞ്, സെരുബാബേലിനെ എനിക്ക് വേണം. ഹല്ലേലൂയ. അവനെ കൊണ്ട് ഞാൻ എൻ്റെ ദേവാലയം പണിയിപ്പിക്കും. ഐ ഡിക്ലെയർ, ഹല്ലേലൂയ, സെരുബാബേൽമാർ പുറത്തു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹഗായി പ്രവാചകന്റെ പ്രവചനം ഇതാണ്. ആ വാക്ക് പറയുന്നു, ചിലർ ആലയം പണിയുവാൻ പുറപ്പെട്ടു വന്നിട്ട് സ്വന്തം വീട് പണിത്, ഹല്ലേലൂയ, തട്ടിട്ട വീടുകളിൽ പാർക്കുമ്പോൾ ചിലർ പറയുന്നതനുസരിച്ച് നോക്കിക്കൊണ്ടിരിക്കരുതെന്ന് പ്രവാചകൻ പ്രവചിക്കുന്നു. നിങ്ങൾ എന്തേ ഇങ്ങനെ പറയുന്നു? ആലയം പണിയേണ്ട സമയമായിട്ടും എന്തുകൊണ്ട് ആലയം പണിയുന്നില്ല? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ ആലയം പണിയുവാൻ പുറപ്പെട്ടവർ ആലയം പണിയണം എന്നുള്ള നിയോഗം, നിത്യ നിയമത്തിന്റെ നിയോഗം അവിടെ നിലനിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നീ എഴുന്നേറ്റ് പറ്റൂ എന്നുള്ളത് നിർബന്ധമാകയാൽ ഹഗ്ഗായി എഴുന്നേറ്റ് പ്രവചിക്കുകയാണ്, സെരുബാബേലേ, യോശുവയെ, നീ മടി കാണിക്കരുത്. നിന്റെ വീട്ടിൽ നന്മ ഒഴുകാഞ്ഞത്, നിന്റെ വീട്ടിൽ വറുതി വന്നത്, നിന്റെ വീട്ടിൽ ക്ഷാമം വന്നത് ആലയം പണിയാത്തത് കൊണ്ടാണ്. ആലോചന 2-ാം അധ്യായത്തിൽ പറയുന്നു, ഏത് മാസം ഏത് തീയതിയാണോ നീ ആലയം പണിയുന്നത്, അന്ന് നിന്റെ നന്മയുടെ ഉറവിടത്തെ ഞാൻ തുറന്നിരിക്കും. സെരുബാബേലിനെ കുറിച്ചുള്ള ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സെരുബാബേലേ, ഞാൻ നിന്നെ മുദ്രാമോതിരമാക്കി മാറ്റും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മുദ്രാമോതിരം ഈസ് എൻ ഐഡന്റിറ്റി. ഇതൊരു ഐഡന്റിറ്റിയാണ്. ദൈവത്തിന്റെ ചില ആഭരണങ്ങൾ നിങ്ങളുടെ മേൽ വീഴട്ടെ.